ശരി, ദൃശ്യ പുതിയടത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദൃശ്യ, ഗുഡ് മോർണിംഗ്. ദൃശ്യ, ഇപ്പോൾ സമരസമിതി ചെയർമാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഈ രീതിയിൽ ഇത് പരിണമിച്ചതിലെ ഒരു വലിയ ഉത്തരവാദിത്വം പോലീസിനുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗ്രനേഡ് എറിഞ്ഞത് പോലീസാണ്, അപ്പം ഈ ഫ്രഷ് കട്ടിന്റെ ഇത് കത്തിച്ചത് അതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഗതി. അത് കത്തിച്ചതാട്ടെ വലിയ അന്വേഷണം അതിനകത്ത് വേണം. കാരണം കമ്പനിയുടെ ആളുകൾ തന്നെയാണ് ഈ കമ്പനിക്ക് തീയിട്ടത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകണമെന്നാൽ മാത്രമേ അറിയൂ. എന്നാൽ സമരസമിതി ഇപ്പോഴത്തെ വിമർശനങ്ങളെ എന്ന് വെച്ചാൽ STP ആണ് നേതൃത്വം നൽകിയതെന്ന് CPIയുടെ വിമർശനം ഒരു തലക്കലുണ്ട്. പോലീസ് നടപടി വലിയ തോതിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള വിമർശനങ്ങൾ, ഇപ്പോഴുള്ള നടപടികളൊക്കെ സമരസമിതി എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ജിൽസി സൈഫു ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നം നടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സമരസമിതി അംഗങ്ങൾ ഈ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. മീഡിയ വണ്ണിനോട് ഒളിവിൽ നിന്നാണ് സംസാരിച്ചത്. ഇത്തരത്തിൽ ഈ സമരം നടന്നതിന് ശേഷമുള്ള പ്രതികരണത്തിൽ തന്നെ ഈ SP-ക്കെതിരെയാണ് ആദ്യത്തെ പ്രതികരണം തന്നെ വന്നിരിക്കുന്നത്. അതായത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം SP ആണ്. SP വന്നതിന് ശേഷമാണ് ഇവിടെ പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടായത് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സമരസമിതി ചെയർമാൻ മീഡിയ വണ്ണിനോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ 6 വർഷമായി നടക്കുന്ന സമരം, 6 വർഷത്തിനിടയിൽ തന്നെ പലതവണ ഫ്രഷ് കട്ടിന്റെ അടുത്തുവരെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള തൊഴിലാളികളോട് സംസാരിച്ചിട്ടുണ്ട്. സമരത്തിനിടയിൽ തന്നെ പലതവണ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ നടന്ന സമരം വൈകുന്നേരം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. സംഘർഷ സാധ്യതയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് SP വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രശ്നത്തിലേക്ക് വഴി മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സമരസമിതിയുടെ ചെയർമാൻ മീഡിയ വണ്ണിനോട് സംസാരിച്ചിട്ടുള്ളത്. അതായത് SP വന്നതിന് ശേഷം ഈ തടഞ്ഞു വെച്ച വാഹനങ്ങളിൽ 3 എണ്ണം മനഃപൂർവ്വം കടത്തിവിടാൻ ശ്രമിക്കുന്നു. ഇത് കൂടാതെ തന്നെ അവിടെ കുഴഞ്ഞു വീണ ഒരു വൃദ്ധയെ ആംബുലൻസിലേക്ക് കയറ്റുന്നത് SP തടയുന്നു. ഈ സമയത്ത് SP ഈ സ്ട്രക്ചറിൽ തട്ടിയാണ് SPയുടെ കാലിന് പരിക്കേൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് സമരസമിതി ചെയർമാൻ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഈ അക്രമത്തിൽ പോലീസിന്റെ കൃത്യമായ ഇടപെടലുണ്ട്. ഈ അക്രമത്തിന് പിന്നിൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ SDPI ആണെന്നുള്ള തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെയായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത്. അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സമരസമിതിയുടെ ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ഇതിൽ SDPI ആണ് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു സമരസമിതിയിൽ പല ആളുകൾ, അതായത് CPMന്റെയും കോൺഗ്രസിന്റെയും SDPIയുടെയും മുസ്ലിം ലീഗിനെയും അടക്കം പല രാഷ്ട്രീയത്തിലുള്ള പല മതത്തിലുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ വർഷങ്ങളായി തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇത്തരത്തിൽ ദുർഗന്ധം ശ്വസിച്ചുകൊണ്ട്, വൃത്തികെട്ട വായു കൊണ്ട് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി വർഷങ്ങളായി ഈ സമരം ചെയ്യുന്ന ആളുകളാണ്. ഇവരൊരിക്കലും മനഃപൂർവ്വം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതിനു കാരണം ഈ ചില ആളുകൾ ഇതിൽ മനഃപൂർവ്വം ഇടപെട്ടതായി, അതായത് ഫ്രഷ് കട്ടിന്റെ ആളുകളോ അല്ലെങ്കിൽ അവരുടെ ശത്രുതയുള്ള ആളുകളോ ഇടപെട്ടതായി തന്നെ സംശയിക്കുന്നതായാണ് സമരസമിതിയുടെ ആളുകൾ പറയുന്നത്. നിലവിൽ 74 പേരെ ഈ ആക്രമണത്തിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 2 പേരാണ് 351 പേർക്കെതിരെ കേസെടുത്തതിൽ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിൽസി സൈഫു. ശരി, ദൃശ്യമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടെ സമരസമിതിയും പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവിടെ നടന്നത് പോലീസിന്റെ ആസൂത്രണത്തിൽ നടന്ന സംഘർഷമാണെന്നാണ് പറയുന്നത്.